ഡിസംബർ 18 വിശുദ്ധ വിനിബാൾഡ്. ക്രിസ്തുവർഷം 702 ഇംഗ്ലണ്ടിലെ വെസക്സിൽ ജനിച്ച ഒരു ആംഗ്ലോ സാക്സൺ വിശുദ്ധനാണ് വിനിബാൾഡ്. ജീവിതകാലം മുഴുവൻ രോഗിയും ശാരീരികമായി ക്ഷീണിതനുമായിരുന്നിട്ടും മിഷൻ പ്രവർത്തനങ്ങൾക്കും ആശ്രമങ്ങൾ നയിക്കുന്നതിനും അദ്ദേഹം സമർപ്പിതനായിരുന്നു. വിശുദ്ധരായ വില്ലിബാൾഡിൻ്റെയും വാൾബുർഗയുടെയും സഹോദരനായിരുന്ന അദ്ദേഹം വിശുദ്ധ ബോണിഫസിൻ്റെ ബന്ധുവായിരുന്നു. ദുർബലരായ മനുഷ്യരെ വലിയ ശുശ്രൂഷകൾക്കായി ദൈവം ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് വിശുദ്ധ വിനിബാൾഡിൻ്റെ ജീവിതം. ക്രിസ്തീയ പരിപൂർണതയ്ക്ക് വേണ്ടി രാജപദവി ഉപേക്ഷിച്ച വിശുദ്ധ റിച്ചാർഡാണ് വിനിബാൾഡിൻ്റെ പിതാവ്. അമ്മ വിശുദ്ധ ബോണിഫസിൻ്റെ അടുത്ത ബന്ധുവും. ക്രിസ്തുവർഷം 722 വിനിബാൾഡിന് 20 വയസ്സുള്ളപ്പോൾ പിതാവിനോടും സഹോദരങ്ങളോടുമൊപ്പം അദ്ദേഹം വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തി. റോമിലേക്കുള്ള യാത്രക്കിടയിൽ ഇറ്റലിയിലെ ലൂക്കായിൽ വെച്ച് പിതാവ് മരിച്ചു. സഹോദരൻ വില്ലിബാൾഡ് വിശുദ്ധ നാട്ടിലേക്ക് യാത്ര തുടർന്നു. തുടർന്ന് യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം രോഗിയായ വിനിബാൾഡ് റോമിലുള്ള ഒരു ആശ്രമത്തിൽ പ്രവേശിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ദൈവ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടും 7 വർഷം അദ്ദേഹം അവിടെ ജീവിച്ചു. അങ്ങനെ വിശ്വാസത്തിൽ അദ്ദേഹം കൂടുതൽ ശക്തി പ്രാപിച്ചു. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട വിനിബാൾഡ് ക്രിസ്തുവർഷം 730 ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തി. അവിടെ തൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ നിരവധി പേരോട് അദ്ദേഹം ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു. സന്യാസ ജീവിതത്തിൽ പ്രവേശിക്കാൻ താൽപ്പര്യപ്പെട്ട കുറേ ആളുകളുമായി വിനിബാൾഡ് വീണ്ടും റോമിലെത്തി. അവിടെ വച്ച് ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരു സന്യാസിയായി ജീവിക്കുവാനുള്ള പ്രതിജ്ഞ അദ്ദേഹം എടുത്തു. ജർമ്മനിയിലെ വിജാതിരിടയിൽ സുവിശേഷ വേല ചെയ്യുന്നതിനുള്ള സഹായികളെ തേടി വിശുദ്ധ ബോണിഫസ് ആ സമയത്ത് റോമിലെത്തി. വിനിബാൾഡ് മിഷൻ പ്രവർത്തനത്തിനായി ബോണിഫസിനൊപ്പം വിജാതിയരുടെ വിശാല പ്രദേശമായ തുരിങ്കിയയിൽ എത്തിച്ചേർന്നു. ക്രിസ്തുവർഷം 740 ബോണിഫസ് വിനിബാൾഡിനെ പുരോഹിതനാക്കുകയും എർഫർട്ടിലെ 7 ദേവാലയങ്ങൾ ശുശ്രൂഷയ്ക്കായി ഏൽപ്പിക്കുകയും ചെയ്തു. സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടും മാമോദീസ നൽകിക്കൊണ്ടും ദേവാലയങ്ങൾ നിർമ്മിച്ചുകൊണ്ടും വിനിബാൾഡ് തീഷ്ണതയോടെ ശുശ്രൂഷ ചെയ്തു. എന്നാൽ ശാരീരിക ക്ഷീണവും ശത്രുക്കളുടെ ആക്രമണവും മൂലം അദ്ദേഹം തൻ്റെ പ്രവർത്തന മേഖല ബവേറിയയിലേക്ക് മാറ്റി. 751 വരെ അദ്ദേഹം അവിടെ തീഷ്ണതയോടെ കഠിനാധ്വാനം ചെയ്തു. വിനിബാൾഡ് മെയിൻസിലെത്തി ബോണിഫസിനെ കണ്ടു. തുടർന്ന് ഐച്ച്സ്റ്റാറ്റിലെ മെത്രാനായിരുന്ന സഹോദരൻ വില്ലിബാൾഡിനൊപ്പമാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. വില്ലിബാൾഡിൻ്റെ നിർദ്ദേശപ്രകാരം ഉർട്ടംബർഗിലുള്ള ഏകാന്ത വനപ്രദേശമായ ഹൈഡൻഹൈവിൽ വിനിബാൾഡ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി 2 ആശ്രമങ്ങൾ നിർമ്മിച്ചു. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ച ആ ആശ്രമങ്ങളുടെ മഠാധിപതി വിനിബാൾഡായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരി വാൾബുർഗ സ്ത്രീകളുടെ ആശ്രമം ഏറ്റെടുത്തു. നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്ന നല്ല ക്രിസ്തീയ പാഠശാല എന്ന നിലയിൽ ആ ആശ്രമം പ്രസിദ്ധമായി. വിജാതീയരിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ നേരിട്ട അദ്ദേഹം അവരുടെ വധശ്രമങ്ങളിൽ നിന്ന് അത്ഭുതകരമായി ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടു. 758 വിനിബാൾഡ് രോഗം മൂലം ക്ഷീണിതനായി. യാത്ര ചെയ്യാൻ സാധിക്കാതെ വന്ന അദ്ദേഹം ആശ്രമത്തിൽ താമസിക്കുകയും സ്വന്തം മുറിയിലെ അൾത്താരയിൽ ബലിയർപ്പിക്കുകയും ചെയ്തു. ആശ്രമത്തിലെ സന്യാസികളെ സ്നേഹത്തോടെ പഠിപ്പിച്ച അദ്ദേഹം ആരോഗ്യം മെച്ചപ്പെട്ടപ്പോഴൊക്കെ ചെറിയ യാത്രകൾ നടത്തി സുവിശേഷം പ്രസംഗിച്ചു. 3 വർഷം തുടർച്ചയായ രോഗം മൂലം കഷ്ടപ്പെട്ട വിനിബാൾഡ് 761 ഡിസംബർ 18 സ്വർഗത്തിലേക്ക് യാത്രയായി. സഹോദരങ്ങളായ വില്ലിബാൾഡും വാൾബുർഗയും ചേർന്ന് വിശുദ്ധനെ അടക്കം ചെയ്തു. നിരവധി അത്ഭുതങ്ങൾ അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ സംഭവിക്കാൻ തുടങ്ങി. മരണശേഷം അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിശുദ്ധ വിനിബാൾഡിൻ്റെ ശരീരത്തിന് യാതൊരു കേടും സംഭവിച്ചിരുന്നില്ല.